ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കുള്ള ഐസ്ക്രീം ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഞാൻ 1/2 ലിറ്റർ പാലിലാണ് ഈ ഒരു ഐസ്ക്രീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ലിറ്റർ പാൽ ഫുൾ ഫാറ്റ് പാലാണ് എടുക്കുന്നത്. ഡെസേർട്ട്സുകളും ഐസ്ക്രീമൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ഫുൾ ഫാറ്റ് പാലാണ് നല്ലത്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ നമ്മൾ ഒരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ടാവണം. ആ പാലിലേക്ക് നമ്മൾ കലക്കി ചേർക്കുകയാണ്. നമ്മൾ ആദ്യം എടുത്ത 1/2 ലിറ്റർ പാലിൽ നിന്നല്ല നമ്മൾ ഈ 1/4 കപ്പ് മാറ്റിയിട്ടുള്ളത്. ഇത് വേറെ 1/4 കപ്പ് പാല് ഞാൻ മാറ്റി വെച്ചതാണ്. 1/2 ലിറ്റർ പാല് അവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മാവ്, ഈ ഒരു ഗോതമ്പ് മാവ് ഇങ്ങനെ പാലിൽ കലക്കിയെടുക്കാം. ആദ്യം 1 ടീസ്പൂണാണ് ഞാൻ കലക്കി യോജിപ്പിച്ച് വെക്കുന്നത്. പിന്നെ ഇതൊഴിച്ച് പാലൊന്ന് കുറുക്കി വന്നതിന് ശേഷം മാത്രമാണ് അടുത്ത സ്പൂൺ ഇതുപോലെ കലക്കി ഒഴിക്കുന്നത് കേട്ടോ. 2 സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പാലും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് ഒന്ന് ചൂടായി തിളച്ച് പൊന്തി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യത്തെ ടീസ്പൂൺ ഗോതമ്പ് പൊടി പാലിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി നമ്മൾ പാലിൽ തന്നെ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ പാലിൽ കലക്കി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ കട്ടിയായിട്ട് വരും. അതിനുശേഷമാണ് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കലക്കിയത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പാല് കുറച്ചുകൂടി നല്ല രീതിയിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഗോതമ്പ് പൊടി പെട്ടെന്ന് കുക്കാവാതെ കിട്ടും, അതുപോലെ കട്ടയെല്ലാം പിടിക്കും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒരുമിച്ച് തന്നെ കലക്കി വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പാലിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിനകത്ത് വാനില ഫ്ലേവർ ചേർക്കുകയാണെങ്കിൽ ഇത് പ്ലെയിൻ വാനില ഐസ്ക്രീമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡാൽഗോണ കോഫി വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഗോതമ്പും പാലും ചേർന്ന ആ ഒരു കൂട്ട് നന്നായി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഡാൽഗോണ കോഫിയുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ ഡാൽഗോണ കോഫിയുടെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി. അതുകൊണ്ട് ഞാൻ ഡാൽഗോണ കോഫി ഇവിടെ നിങ്ങൾക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഡാൽഗോണ കോഫി ചെയ്തെടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്തിട്ട് ബീറ്ററിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടായാലും വിസ്കർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ക്രീമായിട്ട് കിട്ടും. ഇനി നമ്മൾ വിസ്കർ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഇതുപോലെ ക്രീമിയായിട്ട് വരാനായിട്ട് എടുക്കും. അപ്പോൾ വിസ്കർ ഇല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊക്കെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ. ബീറ്ററാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഡാൽഗോണ കോഫിയുടെ ആ ഒരു മിക്സർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്യാനാണ് നമുക്ക് കൂടുതലും സൗകര്യം. പക്ഷേ ഇതേ സമയം തന്നെ നമുക്ക് നമ്മുടെ ബീറ്റർ വെച്ചിട്ടായാലും നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൽ നമുക്ക് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഡാൽഗോണ കോഫിയുടെ മിക്സ്ചർ നമ്മളിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിലേക്കാണ് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫോൾഡിങ് മെത്തേഡ് തന്നെയാണ് ഞാനിതിൽ എടുക്കുന്നത്. നമ്മുടെ ഡാൽഗോണ കോഫിയിൽ നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പതയൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു ഐസ്ക്രീമിൻ്റെ കൂട്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കതിലെ പതയൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് റെഡിയാണ്. നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ.
നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഈ കൂട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. ആദ്യത്തെ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ ബീറ്ററിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളൊരു 2 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ നന്നായിട്ട് ഒരു 3-4 വട്ടം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. കാരണം ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ പതഞ്ഞ് വരില്ല. നമ്മളൊരു 3-4 വട്ടം ചെയ്യുമ്പോഴേക്കും നമുക്കിതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. ഇപ്പോൾ ഞാനൊരു 3-4 വട്ടം ബീറ്റ് ചെയ്തതാണ് ഞാൻ വീണ്ടും ബീറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഓരോ പ്രാവശ്യം ബീറ്റ് ചെയ്യുന്തോറും നമ്മുടെ ഈ ഒരു മിക്സ് പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതൊരു 4-5 വട്ടം ചെയ്തതായിരിക്കണം, അപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിൽ വരിക. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് തണുത്ത ആ മിക്സ്ചർ നമുക്ക് മിക്സിയുടെ ജാറിലും ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് ഇച്ചിരി പ്രയാസമാണ്, ഓരോ പ്രാവശ്യം ഇടുക, പിന്നെ ബീറ്റ് ചെയ്തെടുക്കുക, തിരിച്ച് അതിലേക്ക് ഒഴിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ ചെയ്താലും ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഐസ്ക്രീം ചെയ്തെടുക്കാൻ സാധിക്കും. ബീറ്ററിലാണ് കുറച്ചും കൂടി എളുപ്പം, കാരണം ആ കണ്ടെയ്നർ മാറ്റണ്ട, അതിനകത്ത് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ചെയ്തെടുത്തിട്ടുള്ളത്. അത് കഴിക്കാനും അതേ സ്വാദ് തന്നെയാണ്. നല്ല കോഫി ഫ്ലേവറുള്ള നല്ലൊരു ഐസ്ക്രീമാണ്. നമുക്ക് അത് കഴിച്ചു നോക്കിയാലാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് അത്. നമുക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം.